മലയോര മേഖലയിൽ തെങ്ങുകൾക്ക് വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം. നാളികേര കർഷകർ ദുരിതത്തിൽ. കൃഷിവകുപ്പ് വേണ്ട നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയായ കൂടരഞ്ഞി പഞ്ചായത്തിലാണ് വ്യാപകമായി തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം കണ്ടെത്തിയത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ, ആനക്കല്ലുപാറ, ഉദയഗിരി, മഞ്ഞക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് തെങ്ങുകൾക്കാണ് ഈ രോഗം പിടിപെട്ടിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലെ കർഷകരുടെ നിരവധി തെങ്ങുകൾ മഞ്ഞളിപ്പ് രോഗം കാരണം നശിച്ചു. ഓലകൾക്ക് ചെറിയ മഞ്ഞ നിറം വരികയും കുലകൾ ശോഷിച്ച് താഴുകയും ചെയ്യുന്നതാണ് മഞ്ഞളിപ്പ് രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ. നാളികേരത്തിന് അത്യാവശ്യം വിലയുള്ള ഈയൊരു സമയത്ത് ഈ രോഗം കാരണം വിളവ് ലഭിക്കാതെ ഒരുപാട് പേർ ദുരിതത്തിലാണെന്ന് കർഷകർ പറയുന്നു. ഈ കൂമ്പിങ്ങനെ കുറുകി വരുന്നുണ്ട്. അത് അടുത്ത് പടർന്ന് നമ്മുടെ എൻ്റെ പറമ്പിൽ ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് 2 എണ്ണത്തിലാണ് തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-12 തെങ്ങിൽ ആ മഞ്ഞളിപ്പ് വന്നു. അതിലൊന്നും കായ്ഫലം ഇല്ലാണ്ടായി. ഇപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ തെങ്ങുകളിലേക്കും അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അധികൃതരോട് എന്താ പറയാനുള്ളത്? അതിൻ്റെ പറയാൻ ഇതിനെന്തെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരണം. കാരണം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ കവുങ്ങിന് ഇതേ അസുഖമായിരുന്നു വന്നത്. ഇതേപോലെ ഒരു മഞ്ഞളിപ്പ് വന്നാണ് ഈ നാട്ടിലുള്ള കവുങ്ങുകൾ മുഴുവൻ നശിച്ചു. ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഇവിടെയുള്ള തെങ്ങിൻ്റെ പോക്ക്. തെങ്ങ് കർഷകർ ഒന്നാമത് ആകെ ലേശം വിലയുള്ളത് ഈ തേങ്ങയ്ക്ക് മാത്രമാണ്. പ്രദേശത്ത് വിദഗ്ധ സംഘം എത്തി പഠനം നടത്തി എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തി കർഷകരെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. നാളികേരത്തിന് വിലയുള്ള ഈയൊരു സമയത്ത് തെങ്ങ് നശിക്കുന്ന രീതിയാണ് മലയോര മേഖലയിലെ മഞ്ഞളിപ്പ് രോഗം കാരണം ഉള്ളത്. കർഷകർക്ക് വേണ്ടി കൃഷിവകുപ്പും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരം തിങ്ങും കേരളനാട് എന്ന വാക്ക് ഇങ്ങനെ പോയാൽ കേരമില്ലാത്ത കേരളമായി മാറാൻ അധിക കാലം വേണ്ടിവരില്ല എന്ന ആശങ്കയിലാണ് കർഷകർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.